നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ 60 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമുക്ക് പ്രായമായി വരുന്തോറും ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് വരുമെന്നുള്ള കാര്യം. ഇപ്പോൾ ചെറുപ്പക്കാരിലും അസുഖങ്ങളുണ്ട്, അത് പോട്ടെ, അത് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ മൂലം നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുന്നവർ ധാരാളം പേര് സമൂഹത്തിലുണ്ടാവും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യണം, നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം, നല്ല രീതിയിൽ ഉറങ്ങണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെയും അസുഖങ്ങളെയൊക്കെ മാറ്റി നിർത്താൻ പറ്റും എന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 60 വയസ്സിന് ശേഷം ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയും? കൊളസ്ട്രോളിനെയും ഷുഗറിനെയും ബി.പിയെയും പോലെ തന്നെ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സാധനത്തിന്റെ പേരാണ് സാർക്കോപ്പീനിയ എന്ന് പറയും. ഓക്കെ, നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ആ പേര്? സാർക്കോപ്പീനിയ എന്ന് പറയുന്ന പേര് വളരെ പേടിക്കേണ്ട, വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സാർക്കോപ്പീനിയ. ഇനി എന്താണ് ഈ സാർക്കോപ്പീനിയ? ഈ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇവൻ വന്നിരുന്നിട്ട് വലിയ വലിയ പദങ്ങളൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുള്ളൂ, എന്താണ് എന്ന് പറയാമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ മലയാളം ഒന്ന് പറഞ്ഞുതരാം. പേശീക്ഷയം അല്ലെന്നുണ്ടെങ്കിൽ പേശികളുടെ ശക്തി കുറവ്, മസിൽ ലോസ് എന്ന് ഇതിനെ ഇംഗ്ലീഷിൽ വേറൊരു പേരും കൂടെ. ഓക്കെ, മസിൽ ലോസ് എന്ന് പറയും, അതിനൊക്കെ തന്നെ പേശികളുടെ ബലക്കുറവെന്ന് പറയും, പേശികളുടെ ശക്തിക്കുറവെന്ന് പറയും, മസിലുകളുടെ വളർച്ചക്കുറവെന്ന് പറയും. ഇതിനെയാണ് നമ്മൾ ഈ സാർക്കോപ്പീനിയ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ മസിലുകളുടെ അല്ലെങ്കിൽ പേശികളുടെ ഈ ശക്തി ക്ഷയിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മസിൽസിന് സ്ട്രോങ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. നമ്മുടെ ശരീരത്തിന് നമ്മൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ നമ്മുടെ ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അതാണ് കാരണം നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിനകത്ത് നമുക്ക് ഒട്ടും എനർജി ഇല്ലാതിരിക്കുക, ഭയങ്കരമായ തളർച്ച, ക്ഷീണം തോന്നുക. അതേപോലെ എവിടെങ്കിലും ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ, ചെറുതായിട്ടൊന്ന് വീണ് പോയി കഴിഞ്ഞാൽ, ഒരു ചെറിയ വീഴ്ചയിൽ പോലും നിങ്ങളുടെ എല്ലുകളൊക്കെ പൊട്ടിപ്പോകുന്ന അവസ്ഥ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ മസിൽ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. ഓക്കെ, നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഈ 90 വയസ്സ് അല്ലെ 85 വയസ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ചെറുതായിട്ട് ഒന്ന് കട്ടിലേലൊന്ന് മറിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ബാത്റൂമിലൊന്ന് മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എല്ലുകൾ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വീണാൽ മതി, അവരുടെ എല്ലുകളൊക്കെ ഒടിഞ്ഞ് നുറങ്ങി പോകുന്നത് നമുക്കറിയാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ ഒരുപാട് പ്രായമായി കഴിയുമ്പോഴേക്കും നമ്മുടെ മസിലുകൾ മൊത്തം ലോസായി പോകും. അത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോഴത്തേക്ക് എല്ലുകളൊക്കെ ഒടിഞ്ഞു പോകും. അപ്പൊ നിങ്ങൾക്ക് ഈ 60-ാമത്തെ വയസ്സിലും 65-ാമത്തെ വയസ്സിലും ഈ സാർക്കോപ്പീനിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മസിൽസിന് കരുത്ത് കൂട്ടുന്ന എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പലരും ചോദിച്ചിട്ടുമുണ്ട്, എന്തിനാണ് നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യുന്നത്, ജസ്റ്റ് നടക്കാൻ പോയാൽ പോലെ എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നടക്കുന്നത് ഒരു വ്യായാമമല്ല, നടക്കാൻ പോകുന്നതുകൊണ്ട് നിങ്ങളുടെ പേശികൾക്ക് ശക്തി കൂടില്ല, നടത്തം എന്ന് പറഞ്ഞൊരു കാർഡിയോ എക്സസൈസ് ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, ഇല്ലേ? അപ്പോൾ ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മസിൽസിന് ശക്തി കൂടുന്ന എക്സസൈസുകൾ ചെയ്യുക, സ്ട്രെങ്ത് ട്രെയിനിങ്ങുകൾ ചെയ്യുക. 60 വയസ്സിന് ശേഷം നിങ്ങൾ മസ്റ്റായിട്ടും ഈ എക്സസൈസുകൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ മസിൽ ലോസ് ഉണ്ടാവാതിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ പ്രോട്ടീൻ തുടങ്ങിയ ഫുഡുകൾ ധാരാളമായിട്ട് കഴിക്കുക. നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിലൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മസിൽസ് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. നിങ്ങളുടെ ആ മസിൽ ലോസ് അല്ലെങ്കിൽ ആ പേശികളുടെ പേശി ക്ഷയമൊന്നും സംഭവിക്കില്ല. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഒരിക്കലും നമുക്ക് സാർക്കോപ്പീനിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായമായി കഴിഞ്ഞാൽ വരട്ടെ, അത് നമ്മുടെ വാർദ്ധക്യ പ്രശ്നങ്ങൾ മൂലം വരുന്നതാണെന്ന് പറയാം. പക്ഷേ ഈ 60-ാമത്തെ വയസ്സിലും 65-ാമത്തെ വയസ്സിലും നമ്മൾ ഈ ഒരു പ്രശ്നം മൂലം നമ്മൾ കിടന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്ന പാടെ ഇന്നോ അതിലോ പോയിട്ട് വലിയ വലിയ വെയിറ്റുകളൊന്നും എടുത്ത് വെച്ചിട്ട് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ പേശികളുടെ ശക്തി കൂട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെറിയ ചെറിയ വെയിറ്റ് ട്രെയിനിങ്ങുകൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വളരെ കുഞ്ഞായിട്ടുള്ള വെയിറ്റുകളൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. 1 കിലോ 2 കിലോ 3 കിലോയുടെയൊക്കെ വെയിറ്റുകൾ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് അത് തന്നെ ധാരാളം. നിങ്ങൾ അത് വെച്ചിട്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള
മസിൽസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്താൽ മാത്രം മതി. അല്ലാതെ നിങ്ങൾ ഒരുപാട് ഭാരമൊന്നും ഉയർത്തണമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് കൊച്ചു കൊച്ചു വ്യായാമങ്ങൾ ചെയ്ത് നമ്മുടെ പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പുഷപ്സ് ചെയ്യുക, പറ്റുമെങ്കിൽ നിങ്ങൾ ചിന്നപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള എക്സസൈസുകൾ ചെയ്യുക, നിങ്ങൾ സ്ക്വാട്ട് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ബോഡി വെയിറ്റ് എക്സസൈസുകൾ ചെയ്താലും നമ്മുടെ മസിൽസിനെ നല്ല സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് നിലനിർത്താനായിട്ട് പറ്റുന്നതായിരിക്കും. അല്ലാതെ വെയിറ്റ് ട്രെയിനിങ് മാത്രമല്ല, നമുക്ക് ഇങ്ങനെയുള്ള വർക്കൗട്ടുകളും വീട്ടിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മസിൽസിന്റെ ആ ഒരു സ്ട്രെങ്ത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആഴ്ചയിൽ 3-4 ദിവസം നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക. ഓക്കെ, നിങ്ങളുടെ മസിൽസിനെ പുഷ്ടിപ്പെടുത്താനായിട്ടുള്ള വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സാർക്കോപീനിയ എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് ഒരു 90-ാമത്തെ വയസ്സിലുണ്ടാവട്ടെ. അപ്പം അതുവരെ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് നടന്നോളുക. അപ്പം പലരും ചോദിക്കും, ഈ സാർക്കോപീനിയ വാർദ്ധക്യപരമായിട്ടുണ്ടാവുന്ന പ്രശ്നമാണോ എന്ന് ചോദിക്കും. അല്ല, സാർക്കോപീനിയ അല്ലാതെ നമുക്ക് പിടിപെടാറുണ്ട്. ചില ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിന് ക്ഷയം ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട്, മേജർ ആയിട്ടുള്ള ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്നവരിൽ സാർക്കോപീനിയ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ വരാറുണ്ട്. അതൊക്കെ യൂഷ്വലി സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ നമുക്കൊരു 60 വയസ്സിന് ശേഷം നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ഈ സാർക്കോപീനിയ അല്ലെന്നുണ്ടെങ്കിൽ ഈ പേശിക്ഷയം സംഭവിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ, ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സാർക്കോപീനിയ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ എക്സസൈസ് ചെയ്യാൻ മറന്നു പോകരുത്. പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ കഴിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.